സംഖ്യാപുസ്തകം അദ്ധ്യായം 18. ദൈവം അഹ്റോനോട് അരുളിച്ചെയ്തു, നീയും നിന്റെ പുത്രന്മാരും നിന്റെ പിതൃഭവനവും വിശുദ്ധ മന്ദിരം സംബന്ധിച്ചുണ്ടാകുന്ന അകൃത്യത്തിന് ഉത്തരവാദിയായിരിക്കും. നീയും നിന്റെ പുത്രന്മാരും നിങ്ങളുടെ പൗരോഹിത്യം സംബന്ധിച്ചുണ്ടാകുന്ന അകൃത്യത്തിനും ഉത്തരവാദികളായിരിക്കും. നിന്റെ പിതൃഗോത്രമായ ലേവി ഗോത്രത്തിലുള്ള നിന്റെ സഹോദരന്മാരെയും നിന്നോടുകൂടെ എടുത്തു വരുത്തണം. അവർ നിന്നോട് ചേർന്നു നിനക്ക് ശുശ്രൂഷ ചെയ്യണം. നീയും നിന്റെ പുത്രന്മാരുമോ സാക്ഷികൂടാരത്തിങ്കൽ ശുശ്രൂഷ ചെയ്യണം. അവർ നിനക്കും കൂടാരത്തിനും ആവശ്യമുള്ള കാര്യം നോക്കണം. എന്നാൽ അവരും നിങ്ങളുടെ കൂടെ മരിക്കാതിരിക്കേണ്ടതിന് അവർ വിശുദ്ധ മന്ദിരത്തിലെ ഉപകരണങ്ങളോടും യാഗപീഠത്തോടും സമീപിക്കരുത്. അവർ നിന്നോട് ചേർന്ന് സമാഗമന കൂടാരം സംബന്ധിച്ചുള്ള എല്ലാ ജോലിക്കുമായി കൂടാരത്തിൻ്റെ കാര്യം നോക്കണം. ഒരു അന്യനും നിങ്ങളോട് അടുക്കരുത്. ഇസ്രായേൽ മക്കളുടെ മേൽ ഇനി ക്രോധം വരാതിരിക്കേണ്ടതിന് വിശുദ്ധ മന്ദിരത്തിൻ്റെയും യാഗപീഠത്തിൻ്റെയും കാവൽ നിങ്ങൾ നോക്കണം. ലേവ്യരായ നിങ്ങളുടെ സഹോദരന്മാരെ ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യേ നിന്ന് എടുത്തിരിക്കുന്നു. ദൈവത്തിന് ദാനമായിരിക്കുന്നവരെ സമാഗമനക്കൂടാരം സംബന്ധിച്ചുള്ള വേല ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദാനം ചെയ്തിരിക്കുന്നു. ആകയാൽ നീയും നിന്റെ പുത്രന്മാരും യാഗപീഠത്തിങ്കലും തിരശ്ശീലയ്ക്കകത്തുമുള്ള സകല കാര്യത്തിലും നിങ്ങളുടെ പൗരോഹിത്യം അനുഷ്ഠിച്ച് ശുശ്രൂഷ ചെയ്യണം. പൗരോഹിത്യം ഞാൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. അന്യൻ അടുത്തു വന്നാൽ മരണശിക്ഷ അനുഭവിക്കണം. ദൈവം വീണ്ടും അഹ്റോനോട് അരുളിച്ചെയ്തു, ഇതാ എൻ്റെ ഓഹരികളുടെ സൂക്ഷിപ്പ് കാര്യം ഞാൻ നിന്നെ പരമേൽപ്പിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ സകല ശുദ്ധതകളും ഞാൻ നിനക്കും നിന്റെ പുത്രന്മാർക്കും അഭിഷേകം നിമിത്തം ശാശ്വതാവകാശമായി തന്നിരിക്കുന്നു. തീയിൽ ദഹിപ്പിക്കാത്തതായി അതിവിശുദ്ധ വസ്തുക്കളിൽ വച്ച് ഇത് നിനക്കുള്ളതായിരിക്കും. അവർ എനിക്ക് അർപ്പിക്കുന്ന അവരുടെ എല്ലാ വഴിപാടും സകല ഭോജനയാഗവും സകല പാപയാഗവും സകല അകൃത്യയാഗവും അതിവിശുദ്ധമായി നിനക്കും നിന്റെ പുത്രന്മാർക്കും ഇരിക്കും. അതിവിശുദ്ധമായി അത് ഭക്ഷിക്കണം. പുരുഷന്മാരെല്ലാം അത് ഭക്ഷിക്കണം. അത് നിനക്ക് വേണ്ടി വിശുദ്ധമായിരിക്കണം. ഇസ്രായേൽ മക്കളുടെ ദാനമായുള്ള ഉദർച്ചാർപ്പണമായ ഇത് അവരുടെ സകല നീരാജനയാഗങ്ങളോടും കൂടെ നിനക്കുള്ളതാകുന്നു. ഇവയെ ഞാൻ നിനക്കും നിന്റെ പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വതാവകാശമായി തന്നിരിക്കുന്നു. നിന്റെ വീട്ടിൽ ശുദ്ധിയുള്ളവനെല്ലാം അത് ഭക്ഷിക്കാം. എണ്ണയിൽ വിശുദ്ധമായവയും പുതുവീഞ്ഞിലും ധാന്യത്തിലും വിശേഷമായവയും ഇങ്ങനെ അവർ ദൈവത്തിന് അർപ്പിക്കുന്ന ആദ്യഫലമെല്ലാം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. അവർ തങ്ങളുടെ ദേശത്തുള്ള എല്ലാറ്റിനും ദൈവത്തിന് കൊണ്ടുവരുന്ന ആദ്യഫലങ്ങൾ നിനക്ക് ആയിരിക്കണം. നിന്റെ വീട്ടിൽ ശുദ്ധിയുള്ളവനെല്ലാം അത് ഭക്ഷിക്കാം. ഇസ്രായേലിൽ ശപഥാർപ്പിതമായതൊക്കെ നിനക്കായിരിക്കും. മനുഷ്യരിലോ മൃഗങ്ങളിലോ സകല ജഡത്തിലും അവർ ദൈവത്തിന് കൊണ്ടുവരുന്ന കടിഞ്ഞൂലൊക്കെയും നിനക്കുള്ളത്. മനുഷ്യൻ്റെ കടിഞ്ഞൂലിനെ വീണ്ടെടുക്കണം. അശുദ്ധ മൃഗങ്ങളുടെ കടിഞ്ഞൂലിനെയും വീണ്ടെടുക്കണം. വീണ്ടെടുപ്പ് വിലയോ 1 മാസം മുതൽ മേലോട്ട് പ്രായമുള്ളതിനെ നിന്റെ നിശ്ചയാനുസരണം 5 ശേക്കൽ ദ്രവ്യം കൊടുത്ത് വീണ്ടെടുക്കണം. ശേക്കൽ ഒന്നിന് 20 മോയിൻ പ്രകാരം
വിശുദ്ധ മന്ദിരത്തിലെ തൂക്കമാണ്. എന്നാൽ മാട്, ആട്, കോലാട് എന്നിവയുടെ കടിഞ്ഞൂലിനെ വീണ്ടെടുക്കരുത്. അവ വിശുദ്ധമാകുന്നു. അവയുടെ രക്തം യാഗപീഠത്തിന്മേൽ തെളിച്ച മേധസ് കർത്താവിന് സൗരഭ്യവാസനയായ ദഹനയാഗമായി അർപ്പിക്കണം. നീരാഞ്ജനം ചെയ്ത നെഞ്ചും വലത്തെ കൈക്കുറകും നിനക്കുള്ളതായിരിക്കുന്നത് പോലെ തന്നെ അവയുടെ മാംസവും നിനക്കുള്ളത്. ഇസ്രായേൽ മക്കൾ ദൈവത്തിന് അർപ്പിക്കുന്ന വിശുദ്ധ വസ്തുക്കളിൽ ഉദർച്ചാർപ്പണങ്ങളെല്ലാം ഞാൻ നിനക്കും നിന്റെ പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വത അവകാശമായി തന്നിരിക്കുന്നു. ദൈവസന്നിധിയിൽ നിനക്കും നിന്റെ സന്തതിക്കും ഇത് എന്നേക്കും ഒരു നിയമം ആകുന്നു. ദൈവം പിന്നെയും അഹ്റോനോട്, നിനക്ക് അവരുടെ ഭൂമിയിൽ ഒരു അവകാശവും ഉണ്ടാകരുത്. അവരുടെ ഇടയിൽ നിനക്ക് ഒരു ഓഹരിയും ആരുത്. ഇസ്രായേൽ മക്കളുടെ മധ്യേ ഞാൻ തന്നെ നിന്റെ ഓഹരിയും അവകാശവും കർത്താവിൻ്റെ ഭോഗവും ശുദ്ധതയും ആകുന്നു എന്ന് അരുളി ചെയ്തു. ലേവ്യർക്കോ സമാഗമന കൂടാരം സംബന്ധിച്ച് അവർ ചെയ്യുന്ന ജോലിക്ക് വേണ്ടി ഇസ്രായേലിലുള്ള ദശാംശം എല്ലാം അവകാശമായി ഞാൻ കൊടുത്തിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ പാപത്തിൽ മരിക്കാതിരിക്കേണ്ടതിന് മേലാൽ സമാഗമന കൂടാരത്തോട് അടുക്കരുത്. ലേവ്യർ സമാഗമന കൂടാരം സംബന്ധിച്ചുള്ള ജോലി ചെയ്യുകയും അവരുടെ അകൃത്യത്തിന് ഉത്തരവാദിത്വം വഹിക്കുകയും വേണം. അത് തലമുറ തലമുറയായി എന്നേക്കുമുള്ള നിയമമായിരിക്കണം. അവർക്ക് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അവകാശം ഉണ്ടാകരുത്. ഇസ്രായേൽ മക്കൾ ദൈവത്തിന് ഉദർച്ചാർപ്പണമായി അർപ്പിക്കുന്ന ദശാംശം ഞാൻ മനുഷ്യർക്ക് അവകാശമായി കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അവകാശം വരുത് എന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിരിക്കുന്നു. ദൈവം വീണ്ടും മോശയോട് അരുളി ചെയ്തു, നീ അവരോട് പറയുക, ഇസ്രായേൽ മക്കളിൽ നിന്ന് ഞാൻ നിങ്ങളുടെ അവകാശമായി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദശാംശം അവരോട് വാങ്ങുമ്പോൾ ദശാംശത്തിൻ്റെ 10 നിങ്ങൾ ദൈവത്തിന് ഭോഗമായി അർപ്പിക്കണം. നിങ്ങളുടെ ഭോഗ സമർപ്പണം കളത്തിലെ ധാന്യം പോലെയും മുന്തിരിച്ചക്കിലെ നിറവു പോലെയും നിങ്ങളുടെ പേരിൽ ഗണിക്കും. ഇങ്ങനെ ഇസ്രായേൽ മക്കളോട് നിങ്ങൾ വാങ്ങുന്ന സകല ദശാംശങ്ങളിൽ നിന്നും ദൈവത്തിനൊരു ഭോഗം അർപ്പിക്കണം. ദൈവത്തിനുള്ള ആ ഭോഗത്തിൽ നിന്ന് നിങ്ങൾ പുരോഹിതനായ അഹറോനും അവൻ്റെ മക്കൾക്കും കൊടുക്കണം. നിങ്ങൾക്കുള്ള സകല ദാനങ്ങളിലും ഉത്തമമായ എല്ലാറ്റിൻ്റെയും വിശുദ്ധ ഭാഗം നിങ്ങൾ ദൈവത്തിനു ഉദർച്ചാർപ്പണമായി സമർപ്പിക്കണം. ആകയാൽ നീ അവരോട് പറയുക, നിങ്ങൾ അതിൻ്റെ ഉത്തമ ഭാഗം ഉദർച്ചാർപ്പണമായി അർപ്പിക്കുമ്പോൾ അത് കളത്തിലെ അനുഭവം പോലെയും മുന്തിരിച്ചക്കിലെ അനുഭവം പോലെയും ലേവ്യർക്ക് ഗണിക്കപ്പെടും. അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും എല്ലാ സ്ഥലത്തു വച്ചും ഭക്ഷിക്കാം. അത് സമാഗമന കൂടാരത്തിങ്കൽ നിങ്ങൾ ചെയ്യുന്ന വേലയ്ക്കുള്ള ശമ്പളമാകുന്നു. അതിൻ്റെ ഉത്തമ ഭാഗം ഉദർച്ച ചെയ്താൽ പിന്നെ നിങ്ങൾ അത് നിമിത്തം പാപം വഹിക്കേണ്ടി വരികയില്ല. നിങ്ങൾ ഇസ്രായേൽ മക്കളുടെ വിശുദ്ധ വസ്തുക്കൾ അശുദ്ധമാക്കുകയും അതിനാൽ മരിച്ചു പോകുവാൻ ഇടവരികയില്ലാതെയും സ്തുതി തനിക്ക് യോഗ്യമാകുന്നു. ബാർഗ്മോർ.